നമ്മുടെ തജ്വീദിലെ ഏഴാമത്തെ പാഠം റായിൻ്റെ തഫ്ഹീം തർത്തീബ് എന്നിവയെക്കുറിച്ചുള്ള പാഠമാണ്. അപ്പോൾ ഈ ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ അതിൻ്റെ റായിൻ്റെ തഫ്ഹീമിൻ്റെയും തർക്കീക്കിൻ്റെയും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. റാ എന്ന അക്ഷരത്തിൻ്റെ തഫ്ഹീം തർക്കീക്ക് എന്നുള്ള രണ്ട് ശബ്ദ വ്യത്യാസങ്ങളുണ്ട്. അവയുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പാഠത്തിൽ കുറച്ച് അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് പാഠം വിശദീകരിക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ തഫ്ഹീം തർക്കീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക. തഫ്ഹീം, റായിൻ്റെ തഫ്ഹീം എന്ന് പറഞ്ഞാൽ അതിന് റാ എന്ന ഉച്ചാരണത്തിൽ റാ എന്ന ഉച്ചാരണം ഉച്ചരിക്കുക. മലയാളത്തിൽ റാ അതിന് പൂർണ്ണമായിട്ട് എന്തല്ല അതിന് പ്രതിനിധീകരിക്കുന്നില്ല എങ്കിലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം കേട്ടോ. തഫ്ഹീം എന്ന് പറഞ്ഞാൽ വായ തടിപ്പിച്ച് നിറച്ച് ശബ്ദം ഉണ്ടാകും വിധം ഉച്ചരിക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ റായിൻ്റെ വിഷയത്തിൽ റാ എന്ന ശബ്ദം ഉണ്ടാവുക. തർക്കീക്ക് എന്ന് പറഞ്ഞാൽ രാ എന്ന ശബ്ദത്തിലേക്ക് വരിക. അത് കെസറിൻ്റെ സമയത്ത് മാത്രമേ വരുള്ളൂ. അപ്പോൾ രി എന്നുണ്ടാവുക, രി എന്ന ഒരു ശബ്ദം ഉണ്ടാവുക, അല്ലെങ്കിൽ ര് എന്ന ശബ്ദം ഉണ്ടാവും. ഈ രണ്ട് ശബ്ദത്തിലേക്ക് ര്, ര, ര് അല്ലെ രി, ഈ രണ്ട് ശബ്ദത്തിലേക്ക് വരുന്നതിനാണ് എന്ത് പറയാം, ഈ തഫ്ഹീം തർക്കീക്ക് എന്ന് പറയാം. അപ്പോൾ ഇത് ഏതൊക്കെ സമയത്താണ് വരിക എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ പറയുന്ന കാര്യം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹർക്കത്തുകൾ അടിസ്ഥാനമാക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ വരിക. ഹർക്കത്തുകളിലെ ഹർക്കത്തുകൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫത്തഹ് എന്ന ഹർക്കത്തുണ്ട്, കെസ്ർ എന്ന ഹർക്കത്തുണ്ട്, ലമ്മ് എന്ന ഹർക്കത്തുകൾ, ഇങ്ങനെ 3 ഹർക്കത്തുകളാണുള്ളത്. അപ്പോൾ അവിടെ റാ എന്ന അക്ഷരത്തിന് ഫത്തഹ് എന്ന ഹർക്കത്താണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ലമ്മ് എന്ന ഹർക്കത്താണുള്ളതെങ്കിൽ അവിടെ റായിൻ്റെ ഇതെന്തായിരിക്കും, തഫ്ഹീമായിരിക്കും. അപ്പം ഫത്തുഹോ ലമ്മോ ആണെങ്കിൽ റായിന് എപ്പോഴും തഫ്ഹീമായിരിക്കും. അപ്പോൾ റാ എന്ന ശബ്ദം ഉണ്ടാവുക, അല്ലെങ്കിൽ റു എന്ന ശബ്ദമാണ് ഉണ്ടാവുക കേട്ടോ. മനസ്സിലായല്ലോ. ഫത്തുഹോ ലമ്മോ ആണെങ്കിൽ തഫ്ഹീമായിരിക്കും, ഒരു സംശയമില്ല. ഇനി റായിന് കെസ്റാണ് വന്നതെങ്കിൽ, ഇങ്ങനെ രൂപത്തിൽ കെസ്റാണ് വന്നതെങ്കിൽ അവിടെ ഉള്ളൊരു സംഭവമാണ് തർക്കീക്ക് എന്ന് പറഞ്ഞ സംഭവം. തർക്കീക്ക് വരിക റായിന് കെസ്ർ വരുമ്പോൾ സമയത്താണ്. അപ്പോൾ ആ റായിൻ്റെ ഉച്ചാരണം രി എന്ന ശബ്ദമായിരിക്കും. രി എന്നാണ് ഉച്ചരിക്കേണ്ടത് കേട്ടോ. ഇനി അപ്പോൾ റായിന് ഫത്തഹ് വന്ന് നമ്മൾ കണ്ടു, അതുപോലെ ലമ്മ് വന്നത് കണ്ടു, കെസ്ർ വന്നത് കണ്ടു. ഇനി റായിന് ഒരവസ്ഥയും കൂടി ഉണ്ടാവും. എപ്പോഴാണത്, സുക്കൂൻ എന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ റായിന് സുക്കൂന് വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. റായിന് സുക്കൂന് വന്നാൽ, ഇവിടെ റായിനുണ്ട് സുക്കൂന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്താ ഉള്ളത് നോക്കുക. അവിടെ എന്താ ഉള്ളത്, അപ്പോൾ അതും ഇതേ നിയമം തന്നെയാണ്. തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്താ ഉള്ളത്, ഇവിടെ ഫത്ഹാണ്, ഇവിടെ ലമ്മാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫത്ഹോ ലമ്മോ വന്നാൽ അതിന് റാ എന്ന ശബ്ദം അഥവാ തഫ്ഹീമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ ബർ എന്നാണ് പറയുക, ഇതിനെ ബുർ എന്നാണ് ഉച്ചരിക്കുക. ബുർ എന്നാണ് ഉച്ചരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ തഫ്ഹീമാണ്. ഇനി റായിന് സുക്കൂനുണ്ട്, അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം എന്താണെന്ന് നോക്കണം നമ്മൾ പറഞ്ഞു. അങ്ങനെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കെസ്റാണ് ഉള്ളതെങ്കിൽ ര എന്ന ശബ്ദമാണ് ഉണ്ടാവുക, ര. അപ്പം ബിർ എന്നാണ് വായിക്കേണ്ടത്, ബിർ എന്നാണ് ഇത് വായിക്കുക, ബിർ എന്നാണ് ഈ ഒരു സാധനം വായിക്കുക. ബിർ എന്ന് വായിക്കില്ല, ബിർ എന്നാണ് വായിക്കുക. കാരണം റായിൻ്റെ സുക്കൂനാണ്, തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റാണ് എന്ന കാരണത്താൽ. അപ്പോൾ കഴിഞ്ഞു സംഗതി കഴിഞ്ഞില്ല. ഇനി റായിന് സുക്കൂന് വന്നു, അതിൻ്റെ തൊട്ട് മുമ്പുള്ളതിനും സുക്കൂനാണെങ്കിൽ എന്താ ചെയ്യുക, അപ്പോൾ ഇനി അതിൻ്റെയും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്താണ് ഉള്ളത് എന്ന് നോക്കുക. അവിടെയും ഇതുപോലെ ഫത്ഹോ ലമ്മോ ആണെങ്കിൽ എന്ത് ചെയ്യും, റോ എന്ന ശബ്ദം വരും. അപ്പം ഇതെന്താ വായിക്കുക, നെബർ എന്നാണ് വായിക്കുക, നെബർ. ഇത് നുബർ എന്നാണ് വായിക്കുക, നുബർ കേട്ടോ, നുബർ എന്നാണ് വായിക്കുക, നുബർ എന്നാണ് വായിക്കുക. അപ്പോൾ ഇനി അതിൻ്റെ മുമ്പിൽ കെസ്റാണെങ്കിലോ ഇത് നിബിർ എന്ന് വായിക്കുക, നിബിർ, ര എന്ന ശബ്ദം പറഞ്ഞാൽ നിബിർ എന്നാണ് വായിക്കുക. അപ്പം ഇത്രയും കാര്യമാണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ഈ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. റായിന് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ തഫ്ഹീം വരും, കെസ്റാണെങ്കിൽ എന്ത് ചെയ്യും, തർക്കീക്ക് വരും. ഇനി റായിന് സുക്കൂനാണെങ്കിൽ ഇതൊക്കെ മുമ്പുള്ള അക്ഷരത്തിലേക്ക് നോക്കും, മുമ്പുള്ളതിന് സുക്കൂനാണെങ്കിൽ അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൽ എന്താ ഉള്ളത് നോക്കും, എന്നിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞു അല്ലേ. ഇനി റായിന് സുക്കൂനാണ്, മുമ്പുള്ള അക്ഷരത്തിന് കെസ്റുമാണ്, എന്നിട്ട് പിന്നെ ശേഷമുള്ളൊരു അക്ഷരം, അത് നമ്മളെ ഇസ്തിലായിൻ്റെ അക്ഷരം പഠിച്ചില്ല നമ്മൾ, ഫുസ്സ തഖ്തിൻ എന്ന് പറഞ്ഞിട്ട് ഫുസ്സ ലഖത്തിൻ
ഇങ്ങനെ കുറച്ച് അക്ഷരങ്ങൾ ഇസ്തിലാൻ്റെ അക്ഷരങ്ങൾ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വന്നാൽ അപ്പം പിന്നെ ആ സമയത്ത് ഇവിടെ എഴുതിയൊന്നും വായിക്കില്ല, ഇവിടെ ഒരു എന്നുള്ള ശബ്ദമാണ് വരിക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് തഫ്ഹീം തർക്കീക്ക് കാര്യത്തിൽ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ബാക്കി നമുക്ക് പാഠം എടുക്കുന്ന സമയത്ത് പറയാം.